ചില കുട്ടികളിൽ സംസാരിക്കുന്നതിലോ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലോ കാലതാമസം ഉണ്ടാവാറുണ്ട്. അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ലാംഗ്വേജ് ഡിലേ ഓർ സ്പീച്ച് ഡിലേയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സംസാരമോ ഭാഷയോ വൈകുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കുഞ്ഞുങ്ങൾ ശബ്ദങ്ങളോട് തീരെ പ്രതികരിക്കാതിരിക്കുക, അതുപോലെ സംസാരിച്ചു തുടങ്ങുമ്പോഴും സംസാരിച്ച് കുറച്ചങ്ങടായി കുറച്ച് വാക്കുകളും ഒക്കെ പറയാൻ തുടങ്ങുമ്പോഴും ഒക്കെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആംഗ്യങ്ങൾ ഉപയോഗിക്കുക, നമ്മൾ പറയുന്ന വാക്കുകൾ അനുകരിച്ച് തിരിച്ചു പറയുക, അല്ലാതെ അവർ സ്വന്തമായി അവരുടെ വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രം അനുകരിച്ചുകൊണ്ട് തിരിച്ചു പറയുക, ചില ശബ്ദങ്ങളും വാക്കുകളും മാത്രം ആവർത്തിച്ച് പറയുക, നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പോലും അവർക്ക് പാലിക്കാൻ കഴിയാതെ വരിക, മനസ്സിലാക്കാൻ കഴിയാതെ വരിക, ശബ്ദത്തിൽ ഉണ്ടാവുന്ന അസാധാരണമായ ഒരു മാറ്റം, അസാധാരണമായ ഒരു സ്വരം, പരുക്കൻ സ്വരം അല്ലെങ്കിൽ മൂക്കിലൂടെ സംസാരിക്കുന്ന രീതിയിലുള്ള സ്വരം പുറത്തേക്ക് വരിക. അതുപോലെ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 2.5-3 വയസ്സായ കുട്ടികളുമായിട്ട് കൂടുതൽ അടുത്തറിയുന്നവർക്ക്, അവരുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കുട്ടിയോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നവർക്കുമൊക്കെ അവർ സംസാരിക്കുന്നതിന്റെ ഒരു 50-70% മനസ്സിലാകേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അങ്ങനെ മനസ്സിലാവുന്ന തരത്തിൽ അവർ സംസാരിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ലാംഗ്വേജ് ഡിലേ ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. ഇനി കുട്ടികളുടെ ഈ സംസാര കാലതാമസത്തിന് അല്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള കാലതാമസത്തിനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം എന്ന് നമുക്ക് നോക്കാം. കേൾവി ശക്തിയിലുള്ള പ്രശ്നങ്ങള്, നാഡീവ്യവസ്ഥയിലുള്ള തകരാറുകള്, മാസം തികയാതെയുള്ള പ്രസവം, കുട്ടികളുമായുള്ള ആശയവിനിമയക്കുറവ്, പല ഭാഷകൾ സംസാരിക്കുന്ന സാഹചര്യത്തിൽ വളരുക, പാരമ്പര്യം തുടങ്ങിയവയൊക്കെ ഒരു ഘടകമാകാം. സംസാരമോ ഭാഷയോ പ്രശ്നമുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഒക്കെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. വീട്ടിൽ കുട്ടികളെ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചില വഴികൾ ഇനി പറയാം. കുഞ്ഞിനോട് ധാരാളം സംസാരിക്കുക, പാട്ട് പാടിക്കൊടുക്കുക, പുസ്തകങ്ങൾ, പ്രായത്തിന് അനുയോജ്യമായ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്ത് വായിച്ചു കൊടുക്കുക, വായിപ്പിക്കാൻ ശീലിപ്പിക്കുക. നമ്മൾ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കൂട്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുക. മൊത്തത്തിൽ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി സംസാരിച്ച് നമ്മുടെ കൂടെ കൂട്ടുക. കുട്ടികളോട് സംസാരിക്കുമ്പോൾ വലിയ വലിയ വാചകങ്ങളൊന്നും ഉപയോഗിക്കാതെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നാൽ വളരെയധികം കൊഞ്ചി സംസാരിക്കുന്ന രീതി ഒഴിവാക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന സംസാരത്തിലുള്ള കാലതാമസം ഒഴിവാക്കാൻ പറ്റും. എന്നാലും എല്ലാത്തിനും അപ്പുറം കുട്ടികളിൽ സംസാര കാലതാമസം ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിനെയോ സ്പീച്ച് തെറാപ്പിസ്റ്റിനെയോ കാണേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ പരിശോധനാ ഫലത്തിനനുസരിച്ച് അവർ തരുന്ന നിർദ്ദേശങ്ങളും തെറാപ്പികളും സ്വീകരിച്ചുകൊണ്ട് എല്ലാം വളരെ കൃത്യമായി ചെയ്ത് കുട്ടികളെ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നും വിമുക്തരാക്കാവുന്നതാണ്.